കലോത്സവത്തിൽ കുന്നിക്കുരുവിന് എന്താണ് പ്രാധാന്യം? കുന്നോളമുണ്ട് എന്നാണ് അതിനുത്തരം. കലോത്സവത്തിൽ ഗോത്രകലകൾ ആടിത്തിമിർക്കുമ്പോഴും വനജീവിതങ്ങളുടെ അടയാളപ്പെടുത്തുന്നതാണ് അവ. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗം നീലക്കുറിഞ്ഞി പൂത്ത മൂന്നാം വേദി. ചുവടുകളിലും വായ്ത്താരികളിലും പണിയ നൃത്തമാണ്. നർത്തകരുടെ കാതിൽ പൂത്തുനിൽക്കുന്നു കുന്നിക്കുരു വസന്തം. ഇത് ചൂതുമണിക്കമ്മൽ. വയനാട്ടിലെ പണിയ വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ കാതുകൾ അലങ്കരിക്കുന്നത് ഈ കുന്നിമണിക്കൂട്ടങ്ങളാണ്. ചൂതുമണിക്കമ്മൽ കാഴ്ചയിൽ തീവ്രമാണ്. കാഴ്ചയിൽ മാത്രമല്ല, കാഴ്ചപ്പാടിലും. കാടിൻ്റെ ഒരുമയാണ് ചൂതുമണിക്കമ്മലിൻ്റെ രാഷ്ട്രീയം. അത് കറുപ്പിൻ്റെയും ചുവപ്പിൻ്റെയും ഏറ്റവും വലിയ സൗന്ദര്യമാണ്. കാരണം കറുപ്പ്, ചുമപ്പ്, വെളുപ്പ്, പിന്നെ ഇതാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരുടെ ഒരു നിറങ്ങൾ. അതിനെ ഏറ്റവും ഭംഗിയായിട്ട് അടുക്കും ചുട്ടിയാണ്. ഇതൊരു കൂട്ടായ്മയാണ്, ഒരു സർക്കിളാണ്. ഒരു ഉന്നതി എന്ന് പറയുമ്പോൾ, ഒരു ഊരെന്ന് പറയുമ്പോൾ അവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നു. ഒരു കൂട്ടായ്മയാണ്. അതിനെ കൃത്യമായി അടുക്കും ചുറ്റോട് വെക്കുന്നു. ആ മാലയിലും കാണാം നമുക്ക് ആ കൃത്യമായി അടുക്കും ചുറ്റ് വെച്ച്. അതൊന്ന് കളർ കോമ്പിനേഷൻ, ഒന്ന് അവരുടെ അറേഞ്ച്മെൻറ്റ്. പിന്നെ ഇതിൽ ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കുന്നതല്ല. അത് പ്രായമുള്ള അമ്മമാർ ഒരു 2-3 ആഴ്ച കൊണ്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഓല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് ചൂതാക്കി എടുക്കുന്നത്. അപ്പം അത്രയും ദിവസം അവരുടെ മൈൻഡ് മൊത്തം അതിലേക്കാണ്. വേറെ ഒരു വിപ്ലവത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. അവർ കലയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും അത് അണിയുന്നതിനെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചുവപ്പിലെ കറും കുത്തുകളെ ചിതറിപ്പോകാതെ ചേർത്തു നിർത്തുന്നു ചെറുതേൻ മെഴുക്. പുണർന്ന് വട്ടം പിടിക്കുന്നു കൈതോല കൈകൾ. കൈതോലമുള്ള് ചെത്തിച്ചീകി ചൂതുമണിക്കമ്മലിൻ്റെ നിർമ്മാണം തുടങ്ങാം. കരിമരുത് കത്തിച്ച് അതിൻ്റെ ചാരച്ചൂടിൽ കൈതോല ചുട്ടെടുക്കുന്നു. ചെറുതേൻ മെഴുകും ചുട്ടെടുത്ത് അതിൽ കൈതോല വട്ടത്തിൽ ചുറ്റിയെടുക്കും. പിന്നീട് കൊങ്ങിണിയില കൂട്ടിത്തിരുമി മിനുസപ്പെടുത്തിയ കുന്നിക്കുരുമണികൾ തേൻമെഴുകിൽ ക്രമത്തിൽ ഒട്ടിച്ചെടുക്കുന്നതോടെയാണ് ചൂതുമണിക്കമ്മലിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഇത് ഒരു ചെറിയ തേനീച്ചയുണ്ട്, അതിൻ്റെ പശ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇത് ഒതുങ്ങി നിന്നൊരു സംഭവം രൂപങ്ങളാണ്. ഇത് ഇങ്ങോട്ടേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. കാടിൻ്റെ തനിമയുണ്ട് ചൂതുമണിക്കമ്മലിന്. എന്നാൽ ഗോത്രകലകൾ കലോത്സവ വേദിയിലെത്തി വർഷമൊന്ന് കഴിയുമ്പോൾ ചില പൊടിക്കൈകൾ അവിടെയുമെത്തി. കുന്നിക്കുരുമാറി തെർമോക്കോളും പ്ലാസ്റ്റിക് മുത്തുകളും വേദിയിലെ പണിയക്കാതുകളിൽ തൂങ്ങി. പക്ഷേ ആ കാതുകളിൽ കാടില്ലെന്നു മാത്രം. കുന്നിക്കുരു അത്ര നിസ്സാരക്കാരനല്ല. കുന്നിക്കുരുവോളം ചെറുതുമല്ല ഗോത്ര ജീവിതങ്ങൾ. അതവരുടെ അടയാളപ്പെടുത്തലുകൾ കൂടിയാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.